ദീപക് എസ് ടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിരുന്നു സൈലത്തിൻ്റെ റാങ്ക് ഫയൽ മേടിക്കണ്ടേന്ന്. അപ്പോൾ ഈ ബോർഡ് കണ്ടിട്ട് കുറേ പേര് ഈ ബോർഡ് മേടിക്കാനുള്ള ലിങ്കൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പം ഈ ബോർഡിനെ പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഓക്കെ, സോ സത്യം പറഞ്ഞാൽ ഈ ഒരു ബോർഡ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റാണ്. എല്ലാ സ്റ്റുഡൻസിനും ഇത് മേടിക്കാവുന്നതാണ്. ഓക്കെ, സോ ഈ ബോർഡ് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നും ഈ ബോർഡ് എവിടെ നിന്ന് മേടിക്കണമെന്നും ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു ബോർഡ് നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു 22 ഇഞ്ച് സൈസുള്ള ഒരു ബോർഡാണ്. 22 ഇഞ്ച് സൈസുള്ള ഒരു ബോർഡാണ്. അത് മാത്രമല്ല, ഈ ബോർഡിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ ബാറ്ററി ഒന്നും ഇടണ്ട. ഇത് റീചാർജബിൾ ബോർഡാണ്. നമ്മുടെ മൈക്രോ USB കേബിൾ, അതായത് പണ്ടത്തെ മൊബൈൽ ചാർജർ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ഇത് നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, സോ ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് പ്രൊഫിസി എന്ന പേരുള്ള ഒരു ബ്രാൻഡാണ്. പ്രൊഫിസി എന്ന പേരുള്ള ഒരു ബ്രാൻഡാണ്. ആൻഡ് ഇത് അവരുടെ ഏറ്റവും പ്രീമിയം റൈറ്റിംഗ് ടാബ്ലറ്റ് ആണ്. അതായത് 22 ഇഞ്ചിൻ്റെ കളർഫുൾ റൈറ്റിംഗ് പാഡാണ്. ഓക്കെ, സോ ഇത് ഞാൻ മേടിച്ചത് എൻ്റെ ആമസോൺ ലിങ്കിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചത്. ഓക്കെ, സോ റൈറ്റിംഗ് പാഡിൽ ഏറ്റവും ബെസ്റ്റ് റൈറ്റിംഗ് പാഡ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്, പ്രൊഫിസിയുടെ 22 ഇഞ്ച് കളർഫുൾ റൈറ്റിംഗ് പാഡ്. അത് മാത്രമല്ല, ഈ ഒരു ബ്രാൻഡ് മാത്രമാണ് റീചാർജബിൾ റൈറ്റിംഗ് പാഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിലും നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മറ്റേ സെല്ല് വാങ്ങിച്ച് ഇടണം. ഒരു റൗണ്ട് ഷേപ്പ് ബാറ്ററി ഉണ്ട്, അത് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യണം. പക്ഷേ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. ഇതിലൊരു മൈക്രോ USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ചാർജ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് മാത്രമല്ല, ഈ ഒരു റീചാർജബിൾ സിസ്റ്റം ആയതുകൊണ്ട് ഇതിൻ്റെ വിലയും കുറച്ച് കൂടുതലാണ്. ഇത് ഞാൻ മേടിക്കുന്ന സമയത്ത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 3300 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് ഇപ്പം റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണ്, അപ്പോൾ വില കുറവായിരിക്കും. എനിക്ക് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഈ സൈസിൽ അവൈലബിൾ ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ആമസോണിൽ ചെക്ക് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അനുസരിച്ചുള്ള റൈറ്റിംഗ് പാഡ്സ് ഞാൻ സോർട്ട് ചെയ്തിടാം. അതിൻ്റെ ബ്രാക്കറ്റിൽ റീചാർജബിൾ ആണോ അല്ലെങ്കിൽ റീചാർജബിൾ അല്ലേ എന്നും കൂടെ കൊടുത്തേക്കാം. റീചാർജബിൾ അല്ലാത്ത മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയും. ഇപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയ്ക്കൊക്കെ കിട്ടുന്നത് ബാറ്ററി ഇടേണ്ടതായിരിക്കും. ബാറ്ററി എന്ന് പറഞ്ഞാൽ പേടിക്കുകയൊന്നും വേണ്ട. ചിലതൊക്കെ 1 വർഷം വരെ ഒരു ബാറ്ററി പോവും. ഓക്കെ, ഒരു വർഷത്തെ ഒരിക്കലൊക്കെ ബാറ്ററി ചേഞ്ച് ചെയ്താൽ മതി. സോ അത് മേടിക്കുന്നവർക്ക് അത് മേടിക്കാം. ഇത് പ്രൊഫിസി എന്നുള്ളൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് തന്നെ മേടിക്കണമെന്നില്ല, ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ റൈറ്റിംഗ് പാഡിൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൈറ്റിംഗ് പാഡാണ് ഇത്. അതാണ് ഇത്രയും വിലയും. റീചാർജബിളും ആണ് സാധനം. ഓക്കെ, സോ 22 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് സൈസാണ്. നിങ്ങൾ കണ്ടല്ലോ സ്ക്രീൻ എത്ര ഉണ്ടെന്ന്, നല്ല വിത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വേണോ എഴുതാം. കണ്ടോ, നമുക്കൊരു ഇൻഫിനിറ്റി പോലെ തോന്നും, കാരണം കുറേ സ്പേസ് ഉണ്ട്. എഴുതി പോവാം. ഓക്കെ, ഇത് ട്യൂബ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് അടിക്കുന്നത്. നമുക്ക് നേരിട്ട് ആ റിഫ്ലക്ഷൻ കാണില്ല. ഇത് വീഡിയോയിൽ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ് ഈ റിഫ്ലക്ഷൻ വരുന്നത്. സോ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. സോ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ കളർ ബ്രൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മൾ ഈ എഴുതുന്നതിൻ്റെ. സോ 22 ഇഞ്ച് ഭയങ്കര വലുതാണ്. ഓക്കെ, എനിക്ക് 22 ഇഞ്ച് ഇഷ്ടപ്പെട്ടു. 22 ഇഞ്ച് വലുതാണ്. 22 ഇഞ്ച് ഇല്ലാതെ ഉള്ള അടുത്ത സൈസ് 22 ഇഞ്ചാണ് ഏറ്റവും വലുത്. 22 ഇഞ്ച് ബഡ്ജറ്റും കൂടുതലാണ്, നല്ല പ്രൈസി ആണ്. 22 ഇഞ്ച് ഇല്ലാതെ നമുക്ക് 18 ഇഞ്ചിൻ്റെയൊക്കെ കിട്ടും. അത് വാങ്ങുന്നവർക്കും വാങ്ങാം. 18 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ A4 സൈസിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ. ഇത് A4 സൈസിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണ്. അപ്പം A4 സൈസിൻ്റെ അത്ര വേണമെങ്കിൽ 18 ഇഞ്ചിൻ്റെയൊക്കെ മേടിച്ചാൽ മതി. ഓക്കെ, പിന്നെ 16 ഇഞ്ചിൻ്റെ ഉണ്ട്, 10 ഇഞ്ചിൻ്റെ ഉണ്ട്, പിന്നെ 8 ഇഞ്ചിൻ്റെ ഉണ്ട്. നമുക്ക് ഈ 300 രൂപ 400 രൂപയ്ക്കൊക്കെ കിട്ടുന്ന 8 ഇഞ്ചിൻ്റെയാണ്. 8 ഇഞ്ചിൻ്റെ അത് അത്ര വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. ഇത്രയും വലുത് വെച്ച് നോക്കുമ്പോൾ 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. 8 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയും വരില്ല, ഇത്രയും വരും. 8 ഇഞ്ച് ഇത്രയും വരുള്ളൂ. ഓക്കെ, 8 ഇഞ്ച് 8 ഇഞ്ചിൻ്റെത് റീചാർജബിൾ ഒന്നുമില്ല, ബാറ്ററി ഇടാണ്ട് നിങ്ങൾക്ക് 400 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ
യൂസ് ചെയ്തിട്ടുള്ള പറയാണ്. ഓക്കെ, 8 ഇഞ്ചിൻ്റെ 400 രൂപയ്ക്ക് അല്ലെങ്കിൽ 450 ആവും, ചിലപ്പോൾ 499 ആവും. പ്രൈസ് ഇങ്ങനെ വേരി ആയിക്കൊണ്ടിരിക്കും. റെഡ്മി പാഡ് എന്ന് പറയുന്ന ഉണ്ട്, 8 ഇഞ്ചാണ്, സൈസ് കുറവാണ്, അടിപൊളി സാധനമാണ്. റെഡ്മി പാഡ് 8 ഇഞ്ചിൻ്റെ ആണ്. ഓക്കെ, പക്ഷെ അത് കളർഫുൾ അല്ല, സിംഗിൾ കളറാണ്. പക്ഷെ 8 ഇഞ്ചേ ഉള്ളൂ. 8 ഇഞ്ചെന്ന് പറഞ്ഞാൽ ഇത്രേ വരുള്ളൂ. ഓക്കെ, 499 അടിപൊളിയാണ്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രൊഫിസിയുടെ തന്നെ ബാറ്ററി ഇടുന്ന ഒരെണ്ണമുണ്ട്, 16 12 ഇഞ്ചോ ആണ്. ഓക്കെ, അത് അടിപൊളി തന്നെയാണ്. അതും ഈ ബ്രാൻഡിൻ്റെ തന്നെയാണ്. എനിക്ക് കണ്ടിട്ട് നല്ല പ്രൈസിന്, അതായത് 1099 1000-ൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരു പ്രൈസാണ്. അതിന് നല്ലത് തന്നെയാണ്. അതിൻ്റെയൊക്കെ ആമസോൺ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. പിന്നെ എനിക്ക് കുറച്ച് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയ ആമസോണിൻ്റെ ഒരെണ്ണമുണ്ട്, ആമസോൺ ബേസിക്സിൻ്റെ. ഓക്കെ, ആമസോൺ ബേസിക്സിൻ്റെ സിംഗിൾ കളറാണ്. കളർഫുള്ള് കിട്ടില്ല, സോറി. കളർഫുള്ളൊക്കെ പ്രൈസി ആയിട്ടുള്ളതാണ്. അത് 3000 2500 ഒക്കെ പോയാലേ കിട്ടൂ. സോ ആമസോൺ ബേസിക്സിൻ്റെ സിംഗിൾ കളർ നമുക്ക് 600-700 റേഞ്ചിന് ഒരുമാതിരി നമുക്ക് ഇത്രയും വിത്തുള്ളത് കിട്ടുന്നുണ്ട്, ഇത്രയും. സോ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഏകദേശം കണ്ടോ 3/4 വരുന്ന വേണം, 600-700 സിംഗിൾ കളർ കിട്ടുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാവരുടെയിലും പൈസ ഒന്നും കാണില്ല. സോ 600 എൻ്റെ കയ്യിലും സത്യത്തിലില്ല, ഞാൻ ഇത് മേടിച്ചെന്നേ ഉള്ളൂ പണ്ട്. 600-700 റുപ്പീസിൻ്റെ ഇപ്പോൾ ഈ സാധനം മേടിച്ചാൽ നമുക്ക് ഇത്രയും വിത്തും കിട്ടും. കളറൊന്നും നോക്കണ്ട, സിംഗിൾ വൈറ്റ് കളറേ കിട്ടുള്ളൂ. പക്ഷെ അതിലും ബാറ്ററി ഇടണം, 1 വർഷം കഴിയുമ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്താൽ മതി. സോ ആമസോൺ ബേസിക്സിൻ്റെ ആ ഒരു സാധനം അടിപൊളിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ആദ്യം തന്നെ കൊടുത്തിരിക്കാം. ഓക്കെ, പിന്നീട് എനിക്ക് പറയാനുള്ള പ്രൊഫിസിയുടെ തന്നെ ഇത് 22 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. ഇത് 22 ഇഞ്ച്. അതിൻ്റെ താഴെ ഒരു വേരിയൻ്റ് ഉണ്ട്, ഒരു 16-17 ഇഞ്ചിൻ്റെ. അതും റീചാർജബിൾ ആണ്. അതാണ് ഏറ്റവും ഗുണം, റീചാർജബിൾ ആണ്. അത് നിങ്ങൾക്ക് ഒരു 1500-1800 റേഞ്ചിന് കിട്ടും. ഓക്കെ, ഇത് തന്നെ 12 ഇഞ്ചിൻ്റെ എന്തോ വീണ്ടും കുറയും, 1000-നൊക്കെ കിട്ടും. സോ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണ ഈ പ്രൊഫിസി ബ്രാൻഡിൻ്റെ തന്നെയാണ്. പ്രൊഫിസി ബ്രാൻഡിൻ്റെ റീചാർജബിളിൻ്റെ ലിങ്ക് ഞാൻ ആദ്യം ഇട്ടിരിക്കാം. അത് ഒരു 1500-1800 റുപ്പീസൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് റീചാർജബിൾ വേണമെന്നുള്ളത് റീചാർജബിൾ തന്നെ മേടിക്കുക. കാരണം ബാറ്ററി വാങ്ങിച്ച് പിന്നെ പൈസ കളയണ്ടല്ലോ. സോ റീചാർജബിളിൻ്റെ ആണെങ്കിൽ പ്രൊഫിസിയുടെ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നല്ല ഡീല്, ഇപ്പം റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണ് ആമസോണിൽ. സോ ഏതെങ്കിലും നല്ല ഡീല് കണ്ടാൽ ഞാൻ പ്രൈസ് അനുസരിച്ചും ഡീൽ അനുസരിച്ചും ആമസോൺ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ആമസോൺ ലിങ്കിൽ നിന്ന് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു യൂസ് ഉണ്ട്, എനിക്ക് എന്തോ 2% കമ്മീഷൻ എന്തോ കിട്ടും. പക്ഷെ കിട്ടുന്ന പ്രോഡക്റ്റ് ഒഫീഷ്യൽ സെല്ലറിൽ നിന്നുള്ളത് തന്നെയായിരിക്കും. സോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നല്ല പ്രോഡക്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. എന്തെങ്കിലും ഡാമേജ് അഥവാ വരെയാണെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാമല്ലോ. ഓക്കെ, 10 days അടുപ്പിച്ച് റീപ്ലേസ്മെൻറ്റ് കിട്ടും. സോ ആമസോൺ ലിങ്ക്സ് ഞാൻ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ഏതൊക്കെ റീചാർജബിൾ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് മേടിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യണ 3 ബ്രാൻഡ് എൻ്റെ പ്രയോറിറ്റി ഞാൻ പറയുകയാണ്. ഫസ്റ്റ് വൺ പ്രൊഫിസി, പിന്നെ വേറെ ഏതെങ്കിലും നമ്മൾ ഡിസ്കൗണ്ടിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ളത് കളർഫുൾ കാണുകയാണെങ്കിൽ അതും ലിങ്ക് ഇട്ടേക്കാം. സെക്കൻഡ് വൺ ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ആമസോൺ ബേസിക്സ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ റെഡ്മി പാഡ്. പക്ഷേ തീരെ ചെറുതാണ്, 8 ഇഞ്ചേ ഉള്ളൂ. പ്രൈസും ഒരു 500 താഴെ വരികയുള്ളൂ. ഓക്കെ, ആമസോൺ ബേസിക്സ് വരുമ്പം പ്രൈസ് 900 താഴെ വരൂ. പക്ഷേ ഇത് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഇത് സിംഗിൾ കളറാണ്, ഇത് രണ്ടും, അത് ഓർക്കുക. നിങ്ങൾക്ക് കളർഫുൾ ഇതുപോലെ പല കളറിലുള്ളത് വേണമെങ്കിൽ പ്രൊഫിസി തന്നെ സെലക്ട് ചെയ്യേണ്ട വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറഞ്ഞ ഡിസ്കൗണ്ടിലുള്ള ഉണ്ടെങ്കിൽ ഞാൻ അത് ഇട്ടേക്കാം. സോ ഇത്തരം ഒരു സാധനം നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് വരാം. PSC പഠനത്തിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. PSC അല്ലെ ഏത് എക്സാമിനും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധനം യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കിപ്പം പിക്ചേഴ്സ് എന്തെങ്കിലും വരച്ചിപ്പം വിഷ്വലൈസേഷൻ ചെയ്യണമെങ്കിൽ നല്ലതാണ്, ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാൻ. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു PSC ഇത് വാങ്ങിച്ച് റാങ്ക് ഫയൽ മേടിച്ചിട്ട് അത് മൊത്തം ഇതിലിരുന്ന് എഴുതിക്കൊണ്ടിരുന്നാൽ എത്ര വർഷം എടുക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, പഠിക്കാനുള്ള സ്റ്റുഡൻസിന്
നല്ലൊരു ഗാഡ്ജറ്റ് തന്നെയാണ് ഇത്. ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല നിങ്ങളിത് മേടിച്ച. ആൻഡ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഴുതിയതൊന്നും സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സേവ് ചെയ്ത് വയ്ക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതിന് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐപാഡ് വല്ലതും മേടിക്കേണ്ടി വരും. ഐപാഡ് പിന്നെ ഒരു സ്റ്റൈലസും മേടിക്കാം. അതിൽ നമുക്ക് നോട്ട്സൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇതിൽ ആ ഒരു പ്രൊവിഷൻ ഇല്ല. സോ ഇത് നമുക്ക് റഫ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കിപ്പം ഞാൻ ഇതാണ് ടു ഡു ലിസ്റ്റ്. ഓക്കെ, ടു ഡു ലിസ്റ്റ് ചെയ്യണം. രാവിലെ എണീക്കുക, ചായ കുടിക്കുക. സെക്കൻഡ് ലിസ്റ്റ്, എണീച്ചിട്ട് വീണ്ടും കിടന്നു ഉറങ്ങുക. തേർഡ്, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക. ഓക്കെ, ഫോർത്ത്, ഉറങ്ങുക. ഫിഫ്ത്ത്, വീണ്ടും ചായ കുടിക്കുക. വീണ്ടും ഉറങ്ങുക. സെവൻത്ത്, ഫുഡ് കഴിക്കുക. രാത്രിയാകുമ്പം വീണ്ടും ഉറങ്ങുക. സോ എൻ്റെ ടു ഡു ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി നമ്മളുടെ വീട്ടിലിപ്പം കുട്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഇറേസ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇവിടെ ഒരു ലോക്ക് ബട്ടൺ വെച്ചിട്ടുണ്ട്. ലോക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം, ലൈറ്റ് കത്തി. ഇനി ഞാൻ ഇറേസ് ബട്ടൺ പ്രസ് ചെയ്താലും കണ്ടോ ഇത് മായില്ല. ഓക്കെ, ഇനി അത് മായണമെങ്കിൽ ലോക്ക് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. ഇനി പ്രസ് ചെയ്താൽ ഇത് മായും. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം. ആൻഡ് ഇതിൻ്റെ ഈ പ്രീമിയം ബ്രാൻഡിൻ്റെ ഏറ്റവും പ്രീമിയം നമ്മുടെ റൈറ്റിംഗ് പാഡായ പ്രൊഫസി 22 ഇഞ്ചിൻ്റെ സ്റ്റൈലസും അടിപൊളിയാണ്. ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെന്നിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ലെതർ ഇത് സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ട്രിപ്പിലേക്ക് ഇടുക. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ വയ്ക്കാം. സോ ടോട്ടൽ ഒരു അടിപൊളി പാക്കേജ് തന്നെയാണ് ഇത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ആമസോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ടിക്കാം. സോ എല്ലാ റൈറ്റിംഗ് പാഡ്സ്, കിടിലൻ റൈറ്റിംഗ് പാഡ്സിൻ്റെ ലിങ്ക് ഞാൻ ഓർഡറിൽ സോർട്ട് ചെയ്തിട്ടേക്കാം. വേണമെന്നുള്ളവർ വാങ്ങുക. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം ദിബകശ്രീ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.